السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على رسول الله. رب اغفر لي وتب علي إنك أنت التواب الغفور. الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സലഫി ആദർശ സുഹൃത്തുക്കളെ, ഈ ആദർശത്തോട് താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരുമായ ഞാനിനി സംസാരിക്കാനിരിക്കുന്ന വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള മുഴുവൻ ശ്രോതാക്കളോടുമായി യാസർ മദനി പകര എന്ന ഞാൻ ഒരു വിശദീകരണമാണ് ഈ വാട്സപ്പിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ തെറ്റിദ്ധാരണ ഞാനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെന്ന് മാത്രമല്ല ഗൾഫ് നാടുകളിലും സലഫി ആദർശമുള്ള സുഹൃത്തുക്കളിലും അല്ലാത്തവരിലുമായി നിലനിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേക കാരണവും ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിന്റെ ചുരുക്കം ഇതാണ്. എടവണ്ണ ജാമിയ നെതുവയിൽ KNM എന്ന മാതൃസംഘടനയിലേക്ക് ചില ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരണം കൊടുത്തതിൽ ആ വേദി പങ്കിട്ടുകൊണ്ട് യാസർ മദനി പകരയും സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് വിഷയം. KNMലേക്ക് പോയോ പോയിട്ടില്ലേ എന്നെക്കുറിച്ചുള്ള ഈ സംശയം എടവണ്ണ ജാമിയ നെതുവയിൽ സ്റ്റേജ് പങ്കിട്ടത് എന്തിനാണ്? വല്ല ദുരുദ്ദേശങ്ങളോ മറ്റോ നിങ്ങളുടെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ പിന്നിലുണ്ടോ? ഈ മൂന്ന് വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ചില ആളുകൾ ദുനിയവിയായ വല്ല ചിന്തയുമാണോ ഇയാൾക്കുണ്ടായത്, വല്ല വീടോ മറ്റോ വെച്ചു കൊടുക്കുമെന്ന് ഓഫറുണ്ടോ എന്ന് വരെ പല രീതിയിലുള്ള സംസാരങ്ങളും പല ആളുകളും ചർച്ച ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഫറും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ആ രീതിയിലുള്ള ഒരു സംസാരത്തിന് പോയിട്ടുമില്ല. ഇതാണ് ഹക്ക്. അതിന്റെ വസ്തുത ഇതാണ്. KNM എന്ന് പറയുന്ന ആ സംഘടനയോടും അതിന്റെ നേതാക്കളോടും അതിന്റെ അണികളുമായ മൊത്തത്തിലുള്ള ആ പ്രസ്ഥാനത്തിന്റെ ജനസമൂഹത്തോട് വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കുറെ കാലം മുമ്പേ അതുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വ്യക്തിബന്ധങ്ങൾ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. എടവണ്ണ ജാമിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ 2ാം ദിവസം ബഹുമാന്യനായ ഒരു സഹോദരൻ, എൻ്റെ ഉപ്പയുടെയും എന്റെയും സുഹൃത്താണ്, നേതാക്കന്മാരിൽപ്പെട്ട എഴുത്തുകാരിലൊക്കെ പെട്ടൊരു വ്യക്തിയാണ്. പേര് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിബന്ധം ഒന്ന് സ്ഥാപിച്ചുകൂടെ, ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് വരികയാണ്, എടവണ്ണ ജാമിയോട് വല്ല വെറുപ്പുമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ കാണാമല്ലോ സംസാരിക്കാമല്ലോ എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ്
ജാമിയ നദ്വിയ എന്നത് ആ സ്ഥാപനത്തോട് എന്നും താല്പര്യമുള്ളവരാണ്, അത് കൈകാര്യം ചെയ്യുന്നവരൊക്കെ മാറി മറിഞ്ഞെങ്കിലും ആ ഒരു ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് അവിടെ ചെന്നിട്ടുള്ളത്. സമ്മേളനത്തിൽ ചെന്നപ്പോൾ നിഅമത്തുള്ള ഫാറൂഖി എന്നെ കാണുകയും കൈപിടിച്ച് കൊണ്ടുപോയി ആത്മാർത്ഥമായി പല സംസാരങ്ങളും വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. അദ്ദേഹം വളരെ നിശ്ചയത്തോടു കൂടി ആയിരിക്കാം, അദ്ദേഹം മനസ്സിലാക്കിയ ആദർശം ശരിയാണ് എന്നുള്ള നിലക്കുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിൽ വല്ല ചാഞ്ചാട്ടവും തോന്നുന്നുവെങ്കിൽ യാസറെ, തൗഹീദ് പറയാനുള്ള ഈ നമ്മുടെ മാതൃസംഘടന ഇവിടെ തുറന്നു കിടക്കുകയാണ്. ഒരു ചെറിയ അറിയിപ്പ് നൽകുകയാണെങ്കിൽ ഇപ്പോൾ സലഫിയോട് ഞാൻ സംസാരിക്കാം, ഈ സ്റ്റേജിൽ എനിക്ക് കയറാം, എന്നിട്ട് നിനക്ക് വേണ്ടി നീ അത് സംസാരിക്കുമ്പോൾ നിനക്ക് വേണ്ടി നീ ഒറ്റ തൗബ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഇവിടെ കൂടിയ ആളുകൾ മുഴുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നസീഹത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദർശപരമായി ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയും ഞാനും തമ്മിൽ യോജിക്കുകയില്ല. അതിനുദാഹരണം അദ്ദേഹത്തെ വിഷയം വെച്ച് തന്നെ ഞാൻ സംസാരിച്ചു. നിങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ട് പരിഹസിച്ചുകൊണ്ട് ഉലുവുമായി ബന്ധപ്പെട്ട ആ പ്രയോഗം ചെറിയ പഠിക്കുന്ന വിദ്യാർത്ഥികൾ MSMലെ വളർന്നു വരുന്ന ഡോക്ടർമാരും മറ്റുമൊക്കെ പാന്റ് നിര്യാണിക്ക് മുകളിൽ അതും അതിൻ്റെ ഏറ്റവും നല്ല രൂപം, അതിൻ്റെ മധ്യമ നിലപാട് ഒക്കെ സ്വീകരിക്കുന്ന ആളുകളെ ഇത് ഉലുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച ഒരു രീതി, അതേപോലെ തന്നെ പർദയെയും നിഖാബിനെയും അതേപോലെ തന്നെ വേഷവിധാനങ്ങളെയും താടിയെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ച ഭാഗം, ഇത് ഹദീസുമായി ബന്ധപ്പെട്ട പുച്ഛമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളോട് യോജിക്കാൻ ഒരിക്കലും ഏത് തൗബ ചെയ്താലും കഴിയില്ല, അങ്ങനത്തെ ഒരു തൗബയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ അതൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ല, എന്നാൽ CD ഇറങ്ങിയിട്ടുണ്ട്, അത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പരലോകം രക്ഷപ്പെടുത്താം, അതല്ലാതെ വേറൊന്നുമില്ല, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. KV അബ്ദുൽ ലത്തീഫ് മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ എന്ന് ഓതി അവിടെ വെച്ച് ഇല്ലാ ബിഇദ്നില്ലാഹ് എന്ന ആയത്തിന്റെ ബാക്കി ഭാഗം ഓതാതെ സിഹർ ഒരാൾക്കും ഫലിക്കുകയില്ല എന്ന് അള്ളാഹ് എന്തിനാണോ ആ ആയത്തിറക്കിയത് അതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം പറഞ്ഞുകൊണ്ട് ഹദീസ് നിഷേധമല്ല ഖുർആൻ നിഷേധം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്താണെന്ന് പറയാനുള്ളത്, എങ്ങനെ നിങ്ങളെ ചേരാൻ പറ്റുക, ആദർശ ബന്ധം ഉണ്ടാവുക എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞോടാ അത് ഞങ്ങൾ അദ്ദേഹത്തോട് തിരുത്താൻ പറഞ്ഞു. അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം ഞാനിപ്പോൾ നടത്തുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹം അത് തിരുത്തുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പിന്നെ കേന്ദ്ര മൊത്തത്തിൽ പിഴച്ചിട്ടില്ലല്ലോ, അത് ആ വ്യക്തിയുടെ വിഷയമല്ലേ, അതൊരു സംഘടന അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായിരുന്നാലും ഇതൊരു സംഘടനന്റെ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത് വെച്ചുള്ള പ്രസംഗമാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്ക് വീണ്ടും അവിടെ അനുവാദങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ആ നിലക്കുള്ളൊരു വരവുമല്ല. ജാമിയനോട് സ്നേഹമുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുള്ള ആ വ്യക്തിയോടുള്ള ബന്ധവും സ്ഥാപിക്കാൻ ആദർശ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണും ചെയ്യാം എന്നുള്ള നിലക്കാണ്. ചില തെറ്റിദ്ധാരണകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ആ രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചില പ്രചരണങ്ങൾ, യാസിർ മദനി പകര കുടുംബസമേതം KNMലേക്ക് മടങ്ങുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചില വ്യക്തി സംസാരത്തിൽ പലരും ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ കൃത്യമായി എന്താണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രചരണം നടന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം എനിക്കില്ല, കാരണം അങ്ങനെ ഒരു വിഷയം അവിടെ വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉണ്ടായ ഈ വിഷയത്തിലേക്കാണ് വളരെ പ്രാധാന്യത്തോടെ ഞാൻ കടക്കുന്നത്. അതാണ് ഏറെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. എടവണ്ണ ജാമിയ നദ്വയിൽ കഴിഞ്ഞ ബുധനാഴ്ച മഗ്രിബിന് നടന്നിട്ടുള്ള ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാനുണ്ടായ സാഹചര്യം, അതാണ് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു,
ആ വിഷയത്തിൽ എൻ്റെ ഒരു നാട്ടിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ നാട്ടിലെ താനാളൂർ പകര പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. താനാളൂരിൻ്റെയും പകരയുടെയും ഒക്കെ സമീപ വശങ്ങളിൽ, താനാളൂരും പകരയൊക്കെ പണ്ട് മുതൽ മുജാഹിദുകൾ ഉള്ളവരാണ്, പക്ഷെ സമീപ വശങ്ങളിൽ ചില ആത്മാർത്ഥമായ ആദർശത്തെ സ്നേഹിക്കുന്ന തൗഹീദുള്ള KNMന്റെ കൂടെയാണിപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത്, അവർ പ്രവർത്തിക്കുന്നത്. ആ സാധാരണ ജനങ്ങൾ വന്നുകൊണ്ട് എന്നോട് വ്യക്തിപരമായി വളരെ വിഷമത്തോടെ ചില കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരത്തിന്റെ ചുരുക്കതാണ്, ഞങ്ങളുടെ നാട്ടിൽ ഖുറാഫി പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ വരികയും കുറേ പഴയ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് ഏറെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ആ തെറ്റിദ്ധാരണ കാരണം ഇങ്ങോട്ട് വന്ന ഏകദേശം 7 ആളുകൾ, ഒരു 10 അതിനിടയിലുള്ള ആളുകൾ, എണ്ണം പറഞ്ഞത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഏതായിരുന്നാലും 10ഓളം ആളുകൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയും അവരുടെയൊക്കെ മൊബൈലിൽ ആ ക്ലിപ്പ് വെച്ചുകൊണ്ട് വലിയ പരിഹാസമൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ അവിടെ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു, അത് വേണ്ടത്ര ആയിട്ടില്ല എന്ന് പറയുകയും, നിങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങനെ ആദർശ രംഗത്ത് വിശദീകരിച്ചു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ കഴിവുള്ള ആളുകൾ ഇങ്ങനെ സംഘടന പേര് പറഞ്ഞും പണ്ഡിതന്മാർ തമ്മിലുള്ള കുശുമ്പ് പറഞ്ഞും മാറി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഇതിന് കൃത്യമായൊരു വിശദീകരണം കൊടുത്തൂടെ, ആളുകൾക്കൊന്ന് ദഅവത്ത് നടത്തി കൊടുത്തൂടെ എന്ന് ആ സാധാരണ ജനങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിനൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വരാൻ എനിക്ക് തടസ്സം KNM എന്ന സംഘടനയാണ്. സംഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബാനറില്ലാതെ സംഘടിപ്പിച്ചോളൂ, ഞാൻ പങ്കെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വെച്ചാൽ എങ്ങനെ, ഞങ്ങൾ ആളുകൾ വരൂലല്ലോ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ ആ രീതിയിലല്ലാതെ എനിക്ക് സാധ്യമല്ല, കാരണം KNMന്റെ ലെവലിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ പണ്ഡിതന്മാർ തമ്മിലുള്ള കുശുമ്പല്ല, അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തൂടെ, നിങ്ങൾ നേതാക്കന്മാരോട് സംസാരിച്ചൂടെ എന്ന ഒരു ചോദ്യം അവരെന്നോട് ചോദിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വിവരം തരാം എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിങ്ങനെ ചോദിക്കണമെന്നും എന്താണ് അവർക്ക് പറയാനുള്ളത് അറിയണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇവരോട് സംസാരിക്കണം എന്ന ചിന്തയും എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം നോക്കി നടക്കുമ്പോഴാണ് ജാമിയ അൽ ഫുർഖാൻ നാദാപുരം, അവിടെ എൻ്റെ ഒരു 2 സുഹൃത്തുക്കൾ, ഒന്ന് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ഒന്ന് എൻ്റെ സീനിയറായി പഠിച്ച വിദ്യാർത്ഥിയാണ്. അവർ 2 പേരും എന്നുമായി ഏറെ ബന്ധമുള്ള വ്യക്തികളാണ്, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരാണ്. അവരുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും സമ്മേളനത്തിന്റെ രീതി എന്താണ്, എപ്പോഴാണ് അവസാനിക്കുന്നത്, എപ്പോഴാണ് തുടങ്ങുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ അതിന്റെ സമാപന പരിപാടിയിൽ നമ്മുടെ നേതാക്കന്മാരുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരോട് സംസാരിക്കാമല്ലോ എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ മുഹമ്മദ് മദനിയും അബ്ദുറഹ്മാൻ സലഫിയും ഒക്കെ സ്റ്റേജിന് പുറത്തുണ്ട്. ഞാൻ അവരോട് സലാം പറഞ്ഞു. അവര് തിരിച്ചു പോകാനുള്ള തിരക്കിലായിരുന്നു. എന്നോട് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ആ വിഷയം ചർച്ച ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ പണ്ഡിത സഹോദരങ്ങളോട്, ചെറുപ്പക്കാരായ പണ്ഡിത സഹോദരങ്ങളോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിച്ച വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അവിടെ കഴിച്ചുകൂട്ടി. ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി, അദ്ദേഹം അന്നത്തെ സമാപന പ്രസംഗം അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ വിശദീകരിക്കേണ്ടുന്ന നമ്മുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ പറയാനുള്ളത് അദ്ദേഹം വിശദീകരിച്ചതിന്റെ സമാപനത്തിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ കവാടങ്ങൾ തുറക്ക വെച്ചതാണ്. ആർക്കും തിരിച്ചു വരാം, പലരും പല അവസ്ഥയിലാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു നസീഹത്ത് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ സഹോദരനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, 10 മിനിറ്റ് നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചുകൂടെ, എന്താണ് അവന്റെ വരവിന്റെ ലക്ഷ്യം എന്നൊക്കെ രീതിയിൽ അവർ നമ്മൾ ചർച്ച ചെയ്തതാവാം, അങ്ങനെ ഇരിക്കാം സംസാരിക്കാം എന്ന് പറയുകയും എൻ്റെ മനസ്സിലുള്ള KNM എന്ന് പറയുന്ന ഈ സംഘടനയിൽ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഇറങ്ങാതെ തൗഹീദ് പ്രചരിപ്പിക്കാൻ, ഇവിടുത്തെ ശിർക്കിന്റെ അഹ്ലുകാർക്കെതിരെ തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സംസാരിക്കാൻ, എന്താണ് ഞാൻ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ അല്ലയോ എന്ന രീതിയിലുള്ള സംസാരം. അതിന് കാരണം എൻ്റെ നാട്ടിലെ ഈ സാധാരണക്കാരുടെ ചോദ്യമാണ്. ആ രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ കായക്കൊടി മൗലവി പറഞ്ഞു, എന്താണ് വിഷയം, വളരെ സന്തോഷമാണ്, പക്ഷേ ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം, ഈ രംഗത്ത് സജീവമായിട്ട് ഞാൻ ഇറങ്ങിക്കോ എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, 1-2 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. റുഖിയ ശരഹയുടെ വിഷയം, സിഹ്റുബാധയുടെ വിഷയം, ജിന്നുബാധയുടെ വിഷയം,
ഇതിലൊക്കെ നിങ്ങളുടെ നിലപാടെന്താ? നമ്മളൊക്കെ പല വേദിയിൽ വെച്ച് അങ്ങോട്ടൊക്കെ സംസാരിക്കുന്നവരാണ്. വ്യക്തിപരമായിട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ നിലപാടെന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജിന്നുബാധയുണ്ട്, സിഹറുബാധയുണ്ട്, അതിന് റുഖിയ ശറയ എന്ന രീതിയുമുണ്ട്. പക്ഷെ അതൊക്കെ കുടുത്തം വിട്ടു പോകും എന്നുള്ള നിലക്ക് അതിന്റെ ആ ബാബ് അടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അതല്ലാതെ അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിലെ ഒരു മടവൂർ പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്ന കേനമിലേക്ക് തിരിച്ചു വന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ പണ്ഡിത സുഹൃത്താണ്, പേര് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിനൊരു വിഷമമുണ്ടാകണ്ടെന്നുള്ള നിലക്കാണ് ആ സഹോദരനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയും അദ്ദേഹവും ആദർശപരമായി അകലാൻ കാരണം, വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ജുമുഅ വരെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്നോട് ഇങ്ങോട്ടും എനിക്ക് അങ്ങോട്ടും വളരെ നിശ്ചയത്തുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹവുമായി ഞാൻ പിണങ്ങേണ്ടി വന്നത് ആദർശത്തിന്റെ വിഷയത്തിലാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് അവൻ അടിച്ചിറക്കുന്നുണ്ട്, മറ്റേണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞു നടന്നപ്പോ അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. 4 വർഷം ആ പ്രശ്നം നടക്കുമ്പോൾ 4 വർഷം മുമ്പ് നടന്ന ഒരു വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബാധ ഉണ്ട് എന്നും അതേപോലെ തന്നെ അതിന് ചികിത്സയുണ്ട് എന്നും ഖുർആൻ സ്വന്തം ഓതി ചികിത്സിക്കാമെന്നും അതിന് കഴിയാത്തവർക്ക് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കാമെന്നും നമ്മുടെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട്. KNMന്റെ ആദരണീയരായ മുൻഗാമികളായ കേമൂലയെ പോലുള്ള ആൾക്കാരെ ഫത്വത, അതേപോലെ തന്നെ അമാനുവരുടെ പുസ്തകവിധ, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ വിഷയം എന്ന് ഞാൻ ചോദിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ബാധയില്ല, അതിന് ഓതിക്കൊടുക്കലുമില്ല, ആ രീതിയിൽ മറ്റൊരാൾക്ക് ഓതിക്കൊടുക്കാനുള്ള പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമുള്ള നിങ്ങളുടെ പഴയ നിലപാടായിരിക്കും, അതുകൊണ്ട് ഇത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നേതൃത്വം പോലും സമ്മതിക്കുന്ന വിഷയം നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളോട് അൽഹബ്ബുഫില്ല വൽബുഗ്ദുഫില്ല, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, അള്ളാന്റെ മാർഗത്തിലാണ് ഞാൻ വെറുക്കുന്നതും, വേറെ ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിലാണ്, ഇപ്പൊ വെറുക്കുന്നതും അതാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങിപ്പോന്നു. ആ വിഷയത്തിൽ പിന്നെ കേട്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അടിച്ചിറക്കിയതാണ്. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിഷേധങ്ങൾ നടത്തുന്ന ആൾക്കാരിപ്പോ KNMന്റെ ആളുകളായിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതൊരു സംഘടന ആകുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചു. ആ വിഷയത്തിൽ ഞാൻ അവിടുന്ന് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ KVയുടെയും നിയമത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞതൊക്കെ അവർ തിരുത്തിയിട്ടുണ്ട് എന്ന് ഹനീഫയും പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് സഹോദരന്മാരെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് അന്ന് രാത്രി എൻ്റെ സഹോദരൻ കാറിൽ ഹൈവേയിൽ വിട്ടു തന്നു. ഞാൻ അവിടുന്ന് ബസ്സിൽ തിരിച്ചു വന്നു. പിറ്റേന്ന് സ്കൂളിലേക്ക് 10 മണിക്കെത്തി. സ്കൂളിലെത്തിയപ്പോൾ 11 മണിക്ക് എൻ്റെ സഹോദരൻ അഫ്സൽ മദനി എന്നെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ജാമ്യയിൽ ഒരു സെറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങൾക്കുമായി കൂടിയിരിക്കാം, നിങ്ങളെ മനസ്സിലുള്ള സംഗതി സംസാരിക്കാനുള്ള ഒരു അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനീക്ക് അന്നേ പറഞ്ഞിരുന്നു, സെലഫിനോടൊന്ന് സംസാരിക്കട്ടെ, ഒന്ന് ഇരുന്നിട്ട് വല്ലതും ഷക്കുകൾ തീർക്കാണ്ടെങ്കിൽ സംസാരിച്ചിട്ടാവാം എന്ന് പറഞ്ഞിരുന്നു. ആ വിളിക്ക് അനീക്കങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ സലഫിയത്തിനെ നേരിട്ട് വിളിച്ചു. ഇങ്ങനെ സിറ്റിംഗ് ഉണ്ടോ, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് വരാം, ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ മഗ്‌രിബിന് ശേഷം MSM പ്രവർത്തകർ നടത്തുന്ന കോളേജ് MSMന്റെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്, അതിലും നിനക്ക് 2 വാക്ക് സംസാരിക്കാം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അതിനല്ല വരുന്നത്, നിങ്ങളോട് സംസാരിക്കാനാണ്, ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, അതിനാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ രാത്രി മുഴുവൻ അവിടെ ഉണ്ടാകും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഏകദേശം ഒരു 8 മണി ആവാനായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുമാന്യനായ എൻ്റെ ഉസ്താദും കൂടിയായ മുനീർ മദനി എന്നെ വിളിച്ചു. അദ്ദേഹം ചോദിച്ചു, യാത്ര എവിടെയാണ്? ഞാൻ പറഞ്ഞു, അങ്ങനെ യാത്രയിലാണ്. എവിടേക്കാ പോകുന്നത്? ജാമ്യക്കാ പോകുന്നത്. എന്തിനാ പോകുന്നത്? ഞാനങ്ങനെ ഒരു സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാനതിൽ പങ്കെടുക്കുന്നില്ല, അത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ തന്നെയല്ലേ പോകണമെന്ന് ചോദിച്ചു. അതെ, അദ്ദേഹം വിളിച്ചതായിരിക്കാം. മുഹമ്മദ് മദനിയും സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ എന്നെ പ്രതീക്ഷിച്ചാണ് ഇരിക്കണമെന്ന് ഞാനറിയില്ല. ഏതായിരുന്നാലും അവർ ആ പരിപാടി അങ്ങനെ സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണെന്നുള്ളതും എനിക്കറിയില്ല. ഏതായിരുന്നാലും ബാദുഷാ ബാഖവിയും സലീം മുസ്ലിയാരും വേറെ 1-2 ആളുകളുമൊക്കെ അവിടെ വന്ന് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി ആദർശപരമായി ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ളതാണ് ചെയ്യുന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുകയും അത് ലോകം മുഴുവൻ
അപ്പൊ തന്നെ പരസ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. ഏതായിരുന്നാലും ഞാൻ ആ രീതിയിലുള്ള ഒരു സംസാരത്തിനോ കാര്യത്തിനോ പോയതല്ല. ഞാൻ അവിടെ ചെന്നത് എന്റെ ഉദ്ദേശം ഇതാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ജാമിയയുടെ മുറ്റത്തോ പള്ളിയിലോ ആരെയും കാണുന്നില്ല. അപ്പൊ ലൈബ്രറിയിൽ പരിപാടി നടക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി എന്നുള്ള നിലക്ക് ഞാൻ അതിന്റെ ബാക്കിൽ സദസ്സിലെ ഏറ്റവും ബാക്കിൽ പോയി ഞാനിരുന്നു. അവിടെ പോയി ഇരുന്നപ്പോ സലീം മുസ്ലിയാരാണ് എന്നെ മനസ്സിലാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട്, സ്റ്റേജിൽ ബാക്കില് സദസ്സിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ സലഫി സഅദുദ്ദീൻ സലാഹിയെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം പറഞ്ഞു സലഫി നിങ്ങളെ വിളിക്കുന്നുണ്ട്, സ്റ്റേജിലേക്ക് വരണം. ഞാൻ പറഞ്ഞു ഞാൻ അതിന് വന്നതല്ല, അത് ആഗ്രഹിക്കുന്നുമില്ല. ആ സമയത്ത് വീണ്ടും അദ്ദേഹം പറഞ്ഞു മോശമാണ്, നിങ്ങൾ വരണം, വിളിക്കേണ്ടവര്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതിന് വന്നതല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കട്ടെ. ഇനി എന്ത് സംസാരിക്കാനാ, ഞാൻ കയറി ഇനി എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഹദീസും പറഞ്ഞു, അല്ല അജലത്തു മിന ശൈത്താൻ എന്നുള്ള ഹദീസും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നൊരു ധൃതി കാണിക്കല്ല. അതിന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് ഇതിന്റെ ധൃതി കണ്ടിട്ട് തന്നെയാണ്. അദ്ദേഹം ഒരുപാട് പ്രതീക്ഷയിൽ എന്നെ വിളിച്ചു കയറ്റിയാണ് ഇപ്പൊ അങ്ങോട്ട് വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സനുസരിച്ച് ധൃതി കാണിക്കണ്ട എന്ന ഹദീസും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പിന്നെ വിളിക്കുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചാൽ നിങ്ങൾ വരും എന്ന് പറഞ്ഞു. പിന്നെ PK സക്കരിയ എംഎസ്എമ്മിന്റെ നേതാക്കന്മാർ പരിചയപ്പെട്ട ആളാണ്, എന്റെ സുഹൃത്തുമാണ്. ഇപ്പോഴും ആ നല്ല ബന്ധം ഞാൻ സ്ഥാപിക്കുന്നുണ്ട്, ഒരു എതിർപ്പുമില്ല. ഏതായിരുന്നാലും അദ്ദേഹവും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിളിക്കുന്നുണ്ട്, സെലഫി വിളിക്കുന്നുണ്ട്, മോശമാണ് കയറണം വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിന് വന്നതല്ല, ഞാനിത് ഇവിടെ ഇരുന്നോളാം, ഞാനിത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചോളാം. അത് കഴിഞ്ഞ് സഅദുദ്ദീൻ സലാഹി വീണ്ടും വന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾ വരണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നിജമുദ്ദീൻ ഈ വീഡിയോ ആയിട്ടൊക്കെ ഇരിക്കുന്നത് വെറുതെ അല്ല, എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലില്ല. വീഡിയോ ആണോ നിങ്ങളെ പ്രശ്നം എങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോയുടെ അടുത്ത് ഓടിച്ചെല്ലുകയും ചെയ്തു. ഏതായിരുന്നാലും ഞാൻ വിചാരിച്ചത് വീഡിയോ ഇല്ല എന്നാണ്. ഏതായിരുന്നാലും ഞാൻ അവിടെ തന്നെ ഒതുങ്ങിയിരുന്നു. അവസാനം മുഹമ്മദ് മദനിയോട് ഇവർ പറഞ്ഞു നിങ്ങളൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ സ്റ്റേജിൽ നിന്ന് ക്ഷണിക്കുകയാണ് ചെയ്തത്. യാസറെ നീ വരുന്നുണ്ടല്ലോ, നീയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് വന്നത്, അതുകൊണ്ട് നീ എന്താണ് ഇനിയും അവിടെ നിൽക്കണം, കടുവ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ മദനിയോടുള്ള എന്റെ ബന്ധം അങ്ങനെയാണ്. എന്റെ ഗുരുനാഥനാണ്, അദ്ദേഹത്തോടൊന്നും എനിക്ക് ആ ഒരു സ്നേഹവും ബന്ധവും ഉണ്ട്. അദ്ദേഹം വിളിച്ചപ്പോൾ നിർബന്ധിതനായി ഞാൻ അവിടെ കയറുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ സലഫി എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാനല്ലേ വന്നത്, ഇതിനല്ലല്ലോ, ഇതിന് ഞാൻ കേൾവില്ല എന്നും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോ. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് ഏകദേശം ഒരു 4 മിനിറ്റോ ഒക്കെ ഉണ്ടാവും ആ സംസാരം, എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായിരുന്നാലും ഈ പ്രസ്ഥാനത്തിന്റെ വിഷയത്തിലുണ്ടായ വിഷമം ഞാൻ പറഞ്ഞു. മസലാപരമായ കാര്യങ്ങളിൽ തർക്കിച്ച് പ്രശ്നങ്ങളുണ്ടായി, ഭിന്നിച്ച് മുഖ്യധാരയിൽ ശിർക്കിന്റെ അഹ്ലുകാർ ശിർക്കിന് പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തി ആളുകളെ അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൗഹീദ് പറയുക എന്ന വിഷയത്തിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ നാട്ടിലെ ആ പ്രവർത്തകരുടെ ആ വിഷമവും ചോദ്യവും, അപ്പൊ എൻ്റെ നാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറയുകയും ചെയ്തു. പറഞ്ഞിങ്ങോട്ട് ഇരുന്നപ്പോൾ അതിന് പറഞ്ഞു നീ ആ സാഹചര്യം വ്യക്തമാക്കിയില്ല, എൻ്റെ അനുഭവം ഒന്നും ഇത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വന്നതല്ല മൗലവി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നെ എന്നെ കാത്തു കുറച്ചാൽ അവിടെ ഇരുന്നിയെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ അദ്ദേഹം വൈകിയപ്പോഴായിരിക്കും നാട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തോട് നേരിട്ട് പിന്നെ സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അതിനുശേഷം ആ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് തന്നെ PK സക്കരിയ സലാഹി എന്നോട് പറഞ്ഞു എടത്തനാട്ടുകരയിൽ ഒരു മുഖാമുഖം നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച, നിങ്ങൾ എന്തായാലും അവിടെ വരണം, ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്, നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ആലോചിക്കേണ്ടതുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അവിടെ വന്ന വരവ് അതല്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം സലഫി കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം നമുക്ക് താഴെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് സംസാരിച്ചു. നേരിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് തീർക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് റുഖിയ ശറയുമായി ബന്ധപ്പെട്ട അനീഫ് ഖാനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിലൊരുപാട് 124 എത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഞാനതൊക്കെ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ സംശയം ഉണ്ടായ ആൾക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ വിഷയത്തിന്റെ A to Z അറിയാം, ഞാൻ അതിനെ നിഷേധിക്കല്ല.
നേരെ മറിച്ചത് ഈ പ്രസ്ഥാനം കുടുത്തം വിട്ടു പോകും ആ വിഷയത്തിൽ. അതിനായിട്ട് ഇങ്ങനെ ഒരാൾ ഒഴിഞ്ഞിരിക്കുക, ചികിത്സിക്കാനായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുക എന്നത് പ്രവാചകനോ സ്വഹാബികളോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. ഹക്കീക്കത്തുണ്ട് സിഹറിൽ, അതിന് ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട്, അതിന് പ്രത്യേകം ആയത്തുകൾ തിരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അത് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ അതിന് പ്രത്യേകം ഇങ്ങനെ ഇരിക്കുന്നതും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന് നിഷേധമില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിൽ ഇങ്ങനെ, ഞാൻ ആ മറ്റേ വ്യക്തിയുടെ എന്റെ നാട്ടിലെ സഹോദരനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞതല്ലല്ലോ, ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ കുറെ ആൾക്കാരാണല്ലോ ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വന്ന് സംസാരിക്കാം, യാത്ര എന്റെ പ്രശ്നം അതാണെങ്കിൽ അവിടെ വന്ന് അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചോളി, ആ വിഷയത്തിൽ നല്ലതാണ്. പിന്നെ എന്റെ മഹല്ലുമായി ബന്ധപ്പെട്ടും ഞാൻ അദ്ദേഹത്തോട് വ്യക്തിബന്ധമായ വിഷയത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം ആ വിഷയത്തിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം, നീ ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുക എന്ന കാര്യമാണ് ഈ പറഞ്ഞത്. നിന്റെ നിലപാട് നീ വ്യക്തമാക്കണം. ഒരു 4 പ്രസംഗത്തിലെങ്കിലും നീ ആ നിലപാട് വ്യക്തമാക്കണം. നിലപാട് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സലഫികൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. ആ അഖീദാപരമായ വിഷയത്തിൽ ചില ആളുകൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ഇതിനോട് സഹായം തേടാം എന്ന വാദമുണ്ട് എന്നത് പിഴവാണ്, ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയണം എന്നതാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ അത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് എന്ന് എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതില്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഈ പൊതുവായ കാര്യങ്ങൾ ദേവാരംഗത്ത് സജീവമാവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു 4 സ്ഥലത്തെങ്കിലും ഇത് വിശദീകരിക്കണം. അപ്പോഴാണ് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് സത്യം, അതാണ് ഇവർക്കൊക്കെ മനസ്സിലായതെന്ന് അവർക്കൊക്കെ തോന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയോട് എനിക്കൊരു വിദ്വേഷവുമില്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രചരണ പരിപാടി അതായതുകൊണ്ട് തന്നെ അതല്ലാത്തൊരു രീതി അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും സഹോദരന്മാരെ, ഞാൻ തീർത്തു പറയുന്നു, ഞാൻ അവിടുന്ന് ഇറങ്ങി. നജമുദ്ദീൻ എന്ന് പറയുന്ന കോട്ടക്കലിലെ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു, നാളെ ഞാൻ വണ്ടിയായിട്ട് വരാം, വെള്ളിയാഴ്ച നമുക്ക് മുഖാമുഖത്തിന് പോകണം, ഞാൻ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്ന മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് ഞാൻ സ്കൂളിലാണ്, അപ്പം എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല ഞാൻ വരൂല, കാരണം എനിക്കതിൽ താല്പര്യമില്ല, ഞാൻ അവിടെ വന്നതിന്റെ ലക്ഷ്യം ഇങ്ങനെയാണ്, ആ നിലക്കാണ് നിങ്ങൾ സംസാരിച്ചു നോക്കി, അതല്ലാതെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ നിലപാട് വ്യക്തമാക്കാതെ പറ്റുമോ എന്നും പറഞ്ഞ് ആ ടീമിനോടുള്ള സംസാരം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് ഒരു കുതന്ത്രം എന്ന് ഞാൻ പറയുന്നില്ല, അത് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ നാട്ടിലെ പ്രവർത്തകർ എന്നോട് ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തിച്ചത് തന്ത്രമാണോ കുതന്ത്രമാണോ എന്നത് അല്ലാഹു അഅലം. ഏതായിരുന്നാലും ആ രീതിയിലാണ് ഞാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് വാട്സപ്പിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പല മെസ്സേജുകളായിട്ട് കുറെ ആളുകൾ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വെൽക്കം സ്വീകരണം നൽകിയിട്ടുണ്ട്. കുറെ ആളുകൾ ഞാൻ മുമ്പ് പ്രസംഗിച്ച ചില ഭാഗങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് യോജിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നസീഹത്തോടെ ചില കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്. പല തെറ്റായ പ്രചരണങ്ങളും പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെ വളരെ സന്തോഷത്തോടുകൂടി, എന്നാൽ എനിക്ക് വിഷമമുണ്ട്, നിങ്ങളുടെ ഒരു വെറുപ്പും എനിക്കില്ല. എന്നെക്കുറിച്ച് എൻ്റെ ആദർശ സുഹൃത്തുക്കൾ ആരെങ്കിലും വെറുപ്പ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദർശപരമായി മറുപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇതിന്റെ പേരിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കരുത്. അഥവാ നിങ്ങൾ ആ വിഷയത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിക്കരുത്, പ്രചരിപ്പിക്കരുത് എന്നും എന്റെ ആദർശ സുഹൃത്തുക്കളോടും ഈ വിഷയത്തിൽ നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കമന്റുകളും പോസ്റ്റുകളൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു. ഞാനുമായി ബന്ധപ്പെട്ട് ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ദഅവാ രംഗത്ത് സലഫികൾക്കിടയിലുള്ള ഈ ഭിന്നിപ്പ് അതിലേറെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് മാത്രമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളോടെല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇതിന്റെ പിന്നിൽ വേറെ വല്ല മറ്റു ഗർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരെ വല്ല ലക്ഷ്യങ്ങൾ ഇയാൾക്കുണ്ടോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആ വാക്ക് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശവും ഇതിലില്ല, അവരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് തീർത്ത് ഞാൻ പറയുന്നു. ഈ വിഷയത്തിൽ മുനീർ മദനിയുമായി ഏറെക്കാലം എൻ്റെ ഉസ്താദ് എന്നുള്ള നിലക്ക് ഞാൻ ബന്ധപ്പെടാറുണ്ട്. ആ പ്രസ്ഥാനത്തിൽ ശിർക്ക് ആരോപണം ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട് എന്നത് അതിന്റെ അണികളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാപാരംഗം എൻ്റെ നാട്ടിൽ
എവിടെയാണെങ്കിലും അത് എണ്ണം എന്നുള്ളൊരു ലേബിൾ ഉണ്ട് എന്നതുകൊണ്ട് എനിക്ക് തടസ്സമാകുന്നുണ്ടോ എന്നത് അറിയാൻ വേണ്ടി മാത്രം ഇൻഷാ അല്ലാഹ് ആ പ്രവർത്തകരോട് ഞാനത് വിശദീകരിച്ചു കൊടുക്കാൻ കൂടിയാണ്. ഇത് ആ പ്രവർത്തകർക്കുള്ള ഒരു വിശദീകരണം കൂടിയായി ഞാൻ വാട്സപ്പിലേക്ക് ഇത് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ അകറ്റുക. ഞാൻ ഓതി വെച്ച ആയത്ത് തഖ്വ കൊണ്ടുള്ള ഉപദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ